വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. തുലാമാസത്തെ പൂജയ്ക്ക് വേണ്ടി ഭഗവാന്റെ നട ഇന്ന് തുറന്നു. ഭക്തജനങ്ങളുടെ സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള ആ മന്ത്രവിളികൾക്കിടയിൽ എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോഴും രണ്ട് സൈഡിലായി ദ്വാരപാലക ശില്പം അപ്പോഴും കുറച്ച് ഭാഗവും കൂടി അപൂർണമായി സ്വർണം പൊതിയാൻ ബാക്കിയിരുന്നു. ആ തിരക്കുകൾ അവിടെ കാണിക്കുമ്പോഴും ശില്പം കൊണ്ടുപോയതിൻ്റെ പേരിലും സ്വർണ്ണപ്പാളി അവിടുന്ന് കാണാതായതിൻ്റെ പേരിലുമുള്ള കേസിൻ്റെ ഭാഗമായി കൊണ്ട് ഒരു പാവത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച ഒരു കഥ എന്ന് മാത്രമേ അതിനെ വിശ്വസിക്കാൻ പറ്റൂ. ആ ജന്തുവിനെ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആ ജന്തുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൊത്തത്തിൽ നടന്നിരിക്കുന്ന എല്ലാവിധ സ്വർണ്ണക്കൊള്ളകളെയും സാമ്പത്തിക ക്രമക്കേടുകളെയും പഠിക്കുവാനും അന്വേഷണ വിധേയമാക്കേണ്ടതും ഉള്ളതുകൊണ്ടും ഭക്തജനങ്ങളുടെ ഉള്ളിൽ ഒരു തീരാക്കളങ്കമായി ഈ കാര്യം മാറിയിരിക്കുകയാണ്. അതിനിടയിലും തങ്ങളുടെ ആത്മാവിൻ്റെ ആത്മാവായ എല്ലാമായ ആ കലിയുഗവരതിനെ ഒരു നോക്ക് കാണുവാനായി കല്ലും മുള്ളും ചവിട്ടി നീലിമലയും കരിമലയും കയറി സ്വാമിയുടെ തിരുമുൻപിൽ വന്ന് നിൽക്കുന്ന ഭക്തജനങ്ങളുടെ നാവിൽ നിന്ന് ഒരേ ഒരു മന്ത്രം മാത്രം ഉണരുന്നു: സ്വാമിയേ ശരണമയ്യപ്പ. ഭഗവാന്റെ അടുത്ത് നിന്ന് തുടങ്ങിയ ഈ വേട്ട ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എത്തി നിൽക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്. ജനങ്ങളുടെ സംശയം ഒരുപാട് വന്നു നിൽക്കുന്ന തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയേശ്വര ക്ഷേത്രത്തിലെ കളവൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു അന്വേഷണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ഒരു മല മുഴുവൻ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്വാമിയേ ശരണമയ്യപ്പ.